ലോകസിസൃക്ഷയ യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹൃദാംബുജാദാസീൽ ബ്രഹ്മ വിശ്വസർജ്യാംപതി യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തേ ദേവതില്യം നരാദയ സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാരദുശ്ചരം ബ്രഹ്മചര്യമഖണ്ഡിതം ദ്വിതീയന്തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തായ യജ്ഞേശ സൗകരം വപു തൃതീയം ഋഷിസർഗം ചാദേവർഷിത്വോപയത്യസ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണായത തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോപേതമകരോ ദുശ്ചരന്തപ. ഓരോ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അഞ്ചാമത്തെ പഞ്ചമ കപിലോ നാമ കപില മഹർഷിയായിട്ട് ഇത് അവതരിച്ചു. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാല വിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ശാസ്ത്രജ്ഞനായിട്ടാണ് ഭഗവാന്റെ കപിലാവതാരം. ഈ പ്രപഞ്ചം എന്നതിനെ കുറിച്ചുള്ള പഞ്ചഭൂതാത്മകമായ പ്രപഞ്ച സത്യത്തെക്കുറിച്ചാണ് കപില മഹർഷിയായിട്ട് ഭഗവാൻ വിവരിക്കുന്നത്. ഷഷ്ഠമത്രേരപത്യത്വം വൃത പ്രാപ്തോ അനസൂയയ അന്വീക്ഷികീമളർക്കായ പ്രഹ്ലാദാദിഭ്യ ഊജിവാൻ തതസപ്തമ ആകൂത്യാം രുചേര്യജ്ഞോഭ്യജായത സയാമാദ്യൈ സുരഗണൈരപാൽ സ്വയംഭുവാന്തരം അഷ്ടമേ മേരുദേവ്യാന്തു നാഭേർജാത ഉരുക്രമ ദർശയൻ വർത്മധീരാണാം സർവാശ്രമ നമസ്കൃതം ഋഷിഭിര്യാജിതോ ഭേജേ നവമം പാർത്ഥിവം വപു ദുഗ്ധേ മാമോഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമ രൂപം സ ജിഗൃഹേ മാത്സ്യം ചാക്ഷുഷോ ദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാമപാൽ വൈവസ്വതം മനും സുരാസുരാണാമുദധിം മദ്ധനതാം മന്ദരാചലം ദധ്രേ കപഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭു ധാന്വന്തരം ദ്വാദശമം 12ാമത് ധന്വന്തരമൂർത്തിയായിട്ട് അവതരിച്ചു. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമേവച അപായൽ സുരാനന്യാൻ മോഹിന്യ മോഹയൻ സ്ത്രീയ മോഹിനിയായിട്ട് 13ാമത് വേഷം കെട്ടി. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാമ കടകൃദ്യഥ നരസിംഹാവതാരം. പഞ്ചദശം വാമനകം 15ാമതായി വാമനമൂർത്തിയായിട്ട് പഞ്ചദശം വാമനകം കൃത്വാഗാധരം ബലേ പദത്രയം യാജമാന പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടവം അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മഗൃഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരോന്മഹീം തതസപ്തദശേ ജാത സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോൽപമേധസ പരശുരാമാവതാരം നരദേവത്വമാപന്ന സുരകാരി ചികീർഷയ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. അങ്ങനെ ശ്രീരാമാവതാരം വരെയുള്ള അവതാരങ്ങൾക്ക് ശേഷം ഇത് ഇനി 19ആയിട്ടും 20ആയിട്ടും ഏകോന വിംശതിമേ വൃഷ്ണിഷു പ്രാപ്തി ജന്മനി രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാൻ അഹരദ്ഭരം രാമകൃഷ്ണന്മാരായി ബലരാമ ശ്രീകൃഷ്ണന്മാരായിട്ട് അവതരിച്ച് തതക്കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാജനസുത കീകടേഷു ഭവിഷ്യതി. ബുദ്ധനായിട്ട് അവതരിക്കാൻ പോകുന്നു. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംന കൽക്കിയർജകൽപ്പതി. ഇനി കൽക്കിയായിട്ട് അവതരിക്കും. ഇതൊക്കെ അവതരിച്ചു എന്ന് പറയുമ്പോൾ കൽക്കിയായിട്ട് ഇനി അവതരിക്കും. അത് വരാൻ പോകുന്ന കാര്യമാണ്. കൽക്കിയായിട്ട് ഇനി കലിയുഗാവസാനത്തിൽ ഭഗവാൻ അവതരിക്കും. കൽക്കിയർജകൽപ്പതി അവതാരാഹ്യ സംഖ്യേയാഹ ഹരേ സത്വനിധയർ ദ്വിജയാഹ യഥാവിദാസിന കുല്യാഹ സരസസ്യു സഹസ്രശ ഋഷയോ മനവോ ദേവാ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സ പ്രജാപതയസ്തഥാ ഏതേച അംശകലാ പുംസ. ഇതൊക്കെ അംശകലകളാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗൃണൻ ഭക്തിയ ദുഃഖഗ്രാമാദ്വിമുച്യതേ ഏതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിത് ആത്മന മായാഗുണൈർവിരചിതം മഹദ് ആദിഭിരാത്മനി യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭി
അതപരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുത വസ്തുത്വാൽ സജീവോയൽ പുനർഭവ യത്രേമേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യയ ആത്മനി കൃതേ ഇതി തദ് ബ്രഹ്മദർശനം യദ്യേഷോപരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്നയേവേതി വിദുർമഹിം നിസ്വേ മഹീയതേ ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുരജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃൽപതേ സവാ ഇദം വിശ്വമമോഘലീല സൃജത്യവത്യത്തി ന സജ്ജതേസ്മിൻ ഭൂതയേഷു ചാന്തർഹിത ആത്മതന്ത്ര ഷാഡ്വർഗികം ജിഘ്രതി ഷഡ്ഗുണേശ ന ചാസ്യ കശ്ചിൻ നിപുണേന ധാതുരവൈതി ജന്തു കുമനീഷ ഊതീ നാമാനി രൂപാണി മനോവചോഭിഃ സന്തന്വതോ നടചര്യാമിവാജ്ഞ സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തതയാ അനുവൃത്തിയ ഭജേത തൽപാദ സരോജഗന്ധം അഥേഹധന്യാ ഭഗവന്ത ഇത്തം യദ്വാസുദേവേഖില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി ഭാഗവതം എന്നത് നാമപുരാണമാണ്. ഭഗവാന്റെ തിരുനാമങ്ങളുടെ വ്യാഖ്യാനമാണ് ഈ ശ്രീമദ് ഭാഗവതം. വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്നിങ്ങനെയുള്ളതായ സഹസ്രനാമങ്ങളുടെയും വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. 18 അധ്യായം ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. വേദവേദാന്ത വിഷയങ്ങളുടെ എല്ലാം വിവരണമാണ് ശ്രീമദ് ഭാഗവതം. ഇദം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാം വരം സർവവേദ ഇതിഹാസാനാം സർവവേദ ഇതിഹാസാദികളുടെ മുഴുവനും ശാസ്ത്രങ്ങളുടെ മുഴുവനും സർവവേദ ഇതിഹാസാനാം സാരം സാരം സമുദ്രതം സതു സംശ്രാവയാമാസ മഹാരാജ്യം പരീക്ഷിതം സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമഋഷിഭി കൃഷ്ണേ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രാവിപ്രഋഷേർഭൂരിതേജസ അഹം ചാധ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാൽ സോഹം ശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ തൃതീയോധ്യായ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പരീക്ഷിത്ത് ഗംഗാതീരത്ത് പ്രായോപവേശനത്തിരിക്കുമ്പോൾ അവിടെ ശ്രീശുക ബ്രഹ്മർഷി വന്നു. അവിടെ ഇരുന്ന് എനിക്കും ഭാഗവതം കേൾക്കാനായിട്ട് സാധിച്ചു. എനിക്കറിയാവുന്ന പോലെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാവുന്ന പോലെ ഞാനിത് പറയാനായിട്ട് തുടങ്ങാം എന്നിങ്ങനെ ഭാഗവതത്തിൻ്റെ ആ ഒരു സംഗ്രഹം, ഭാഗവതത്തിൽ പറയാൻ പോകുന്ന അവതാര കഥകൾ ഇന്നതാണ് എന്നുള്ളതായ കാര്യങ്ങൾ സൂതൻ ഇവിടെ ശൗനകാദികളോട് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അടുത്ത അധ്യായത്തിൽ വീണ്ടും ശൗനകാദികൾക്ക് സംശയം വരികയാണ്. എന്താണ് അവരുടെ സംശയം? ഈ പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ ഭാരത ചക്രവർത്തിയല്ലേ? അല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ കൊട്ടാരം വെട്ടിയിറങ്ങി ഗംഗാതീരത്ത് വന്നിരുന്ന് ഭാഗവതം കേൾക്കാനൊക്കെ പറ്റിയ കാര്യം ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്ഭുതമാവുന്നത്. പ്രധാനമന്ത്രിയായിട്ടുള്ളതായ ഭാരതത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് എവിടേക്കെങ്കിലും പോണച്ചാൽ തന്നെ സെക്യൂരിറ്റി ഇല്ലാണ്ട് പറ്റില്ലേ? കുറച്ചു നേരം ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നിരിക്കാൻ പറ്റുമോ? അല്ല, ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ അത്തരം സ്ഥാനമാനങ്ങളിലിരിക്കുന്നവർക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന ഈ ഭാഗവതം കേൾക്കാൻ പറ്റുമോ? പരീക്ഷത്തിന് എങ്ങനെ കേൾക്കാൻ പറ്റി? അതും 7 ദിവസം ഭാഗവതം കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഗാതിരത്ത് വന്നിരുന്നപ്പോൾ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കിയത്? ഭരണകാര്യങ്ങളൊക്കെ ആരാ നോക്കിയത്? അപ്പൊ ഈ വട്ടത്തിൽ കിടന്ന് വട്ടം തിരിയും നമ്മുടെ ജീവിതത്തിന്റെ ഭരണത്തിനിടയിൽ തന്നെ ഭാഗവതം ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല, എന്താ ചെയ്യുക, ഓരോ പ്രാരബ്ധം എന്ന് പറയണമെങ്കിൽ ഭാരത ചക്രവർത്തിക്ക് 7 ദിവസമായി വന്നിരുന്ന് എങ്ങനെ ഭാഗവതം കേൾക്കാൻ സാധിച്ചു എന്നതാണ് ഒരു സംശയം. ശ്രീശുക മഹർഷിയെ കുറിച്ച് അങ്ങ് ആദ്യം പറയുണ്ടായി. യം പ്രവ്രജന്തം, പരിവ്രാജകനാണ്, ഒരുവിധ ബന്ധങ്ങളുമില്ലാത്ത ആളാണ്. സഗോദോഹന മാത്രം എന്നൊക്കെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു പശുവിന്റെ കുളമ്പടിയിൽ നിൽക്കുന്ന വെള്ളം ചാടിക്കടക്കുന്നത് പോലെയാണ്. അല്ല, സഗോദോഹന മാത്രം, ഈ ഒരു പശുവിനെ കറക്കുന്നതായ നേരം പോലും ഒരിടത്ത് നിൽക്കാത്ത ആളാണ്. അങ്ങനെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ പരിവ്രാജകനാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി.
അങ്ങനെയുള്ള പരിവ്രാജകനായ ശ്രീ ശുകബ്രഹ്മർഷി 7 ദിവസം ഗംഗാതീരത്ത് വന്ന് ഇരുന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ എന്താണ് കാരണം? ഇതൊക്കെയാണ് ശൗനകാദികളുടെ അടുത്ത സംശയം. അപ്പൊ ഈ വക സംശയങ്ങൾ ഇനി ആദ്യം ചോദിക്കാണ്ടിരിക്കണം വെച്ചാൽ ആദ്യം മുതൽ അങ്ങോട്ട് കാര്യങ്ങൾ തുറന്ന് പറയാം എന്നുള്ള നിലയ്ക്കാണ് പിന്നത്തെ അടുത്ത പ്രകരണം വ്യാസനാരദ സംവാദം എന്ന് പറയും. വേദവ്യാസൻ ആശ്രമത്തിൽ വിഷാദത്തോടുകൂടി ഇരിക്കുമ്പോൾ നാരദൻ വന്ന് ഭാഗവതം ഉപദേശിച്ചതായ കാര്യമാണ് അടുത്ത 3 അധ്യായങ്ങളിലെ കഥാഭാഗം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ചില മുഖപുരയിൽ കാണാം, ഞാൻ ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം ഇന്നതാണ് എന്ന രീതിയിൽ. വേദവ്യാസൻ ഇങ്ങനൊരു ഭാഗവതം എഴുതാനുണ്ടായതായ കാരണം എന്ത്? ആരാണ് ഭാഗവതം എഴുതാനായി വേദവ്യാസനെ പ്രേരിപ്പിച്ചത്? നാരദ മഹർഷിയാണ്. തിരുനാമത്തിന്റെ മഹിമ, ഭഗവാനെ ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഭക്തിയുടെ ശാസ്ത്രം അങ്ങ് എഴുതൂ, അപ്പോഴേ അങ്ങയ്ക്ക് മനസ്സിന് സമാധാനം കിട്ടുള്ളൂ എന്ന് വേദവ്യാസൻ വന്ന് വേദവ്യാസനെ നാരദ മഹർഷി ആശ്രമത്തിൽ വന്ന് ഭാഗവതം ഉപദേശിക്കുന്ന രംഗമാണ് അടുത്ത 3 അധ്യായങ്ങൾ. അവിടെ നാരദൻ തന്റെ പൂർവജന്മ കഥയും കൂടി പറയുന്നുണ്ട്. ഞാൻ ഇന്നൊരു ബ്രഹ്മാവിന്റെ മകനായി നാരദനായി എന്ന് പിറക്കാൻ കാരണം, പണ്ട് ഞാനൊരു ദാസീപുത്രനായിരുന്നു. അച്ഛനാരാന്ന് ചോദിച്ചാൽ പോലും മറുപടി പറയാൻ പറ്റാത്തതായ ഒരു ജന്മമായിരുന്നു. പക്ഷേ അന്നെനിക്ക് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം കളിച്ചു നടക്കണമെന്നിടയിൽ സത്സംഗത്തിന് അവസരം കിട്ടി. എൻ്റെ അമ്മ ജോലിയെടുക്കുന്നതായ ആ ഗൃഹത്തിൽ അനേക സജ്ജനങ്ങളും മഹാത്മാക്കളും വന്ന് ചാതുർമാസ കാലത്ത് അവിടെ കൂടണതായ സമയത്ത് അവർ പറയണതായ കൃഷ്ണകഥകൾ കേൾക്കാനായിട്ടും ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ടും സാധിച്ചു. പിന്നെ അമ്മ പാമ്പ് കടിച്ച് മരിക്കുകയുണ്ടായത്. ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല, ഭഗവാനിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതായ വിശ്വാസവുമായി ഞാനങ്ങനെ യാത്ര തിരിച്ചു. എനിക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ ഒരിക്കൽ സാധിച്ചു. ഭഗവാൻ എന്നോട് അരുളി ചെയ്തു, ഈ ജന്മത്തിൽ ഇത്ര മാത്രമേ നിനക്ക് ദർശനം തരാൻ നിവൃത്തിയുള്ളൂ. പ്രാരബ്ധവശാലാണ്, പൂർവ്വജന്മ കർമ്മങ്ങളുടെ പരിണാമങ്ങളായിട്ടാണ് ഈ മനുഷ്യശരീരം തന്നെ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ശരീരം വിടുമ്പോൾ ഇനിയൊരു നിത്യ ഭക്തനായിട്ട് നീ മാറും എന്നുള്ളതായ ആകാശവാണി കേട്ടു. എൻ്റെ ഈ പഞ്ചഭൂതാത്മക ശരീരം എന്നെ വിട്ടുപോകുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. കൃഷ്ണ രാമ ഗോവിന്ദ നാരായണ നാമം ജപിച്ച് ഞാനങ്ങനെ സൂക്ഷ്മ ശരീരമായി ലയിച്ചു. പ്രളയാനന്തരം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആരംഭിച്ച് ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനായിട്ട് ഇനി ഈ ജന്മം കിട്ടിയപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ള വീണയിൽ ഏതെങ്കിലും ഒരു തിരുനാമം രാഗാത്മകമായി മിട്ടുമ്പോഴേക്കും ഭഗവാൻ മുമ്പിൽ വരികയായി. നാരദൻ എന്നെ വിളിച്ചു. കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും ഭഗവാൻ വിളിക്കുകയായി. നാരായണൻ എന്ന് വിളിക്കുമ്പോഴേക്കും ഭഗവാൻ അനന്ത പത്മനാഭനായിട്ട് ദർശനം തരായി. അങ്ങനെ ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇത് എപ്പോഴും അല്ലെ ഞാൻ വിളിക്കുന്നുണ്ടായില്ല, എന്നാലും വീട്ടിലേക്ക് നാരദനെ കാണാനൊരു മോഹമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്ന് നോക്കി ഭഗവാന്റെ പിന്നാലെ എന്ന് പോകണില്ലേ. അപ്പോൾ കാരണം ഞാൻ സദാ തിരുനാമം ജപിച്ചുകൊണ്ടേയിരിക്കണോ. അപ്പോൾ ഭഗവാനെ കാണാൻ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടതായ ഉപാസന നാമജപം ഒന്ന് മാത്രം മതി. ആ നാമജപത്തിന്റെ മഹിമ, നാമജപം കൊണ്ട് തന്നെ ജപം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ജന്മ പാപങ്ങളെ ഇല്ലാണ്ടയാക്കണത്, ജന്മപാപങ്ങളെ ഇല്ലാണ്ടയാക്കുന്നതായ ആ നാമജപത്തിന്റെ പ്രാധാന്യത്തെ വിവരിക്കുന്നതായൊരു നാമപുരാണം ഭാഗവത പുരാണം. ഭാഗവതം ഭഗവാനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നൊരർത്ഥം എടുക്കാം. ഭക്തന്മാരുടെ കഥകള് എന്നൊരർത്ഥം എടുക്കാം. ഭക്തിയുടെ ശാസ്ത്രീയമായ വിവരണം എന്നർത്ഥവും എടുക്കാം. അങ്ങനെ ഭക്തിയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കുന്നതാണ് ആ ശ്രീമദ് ഭാഗവതം. നമസ്കാരം. അപ്പൊ ഭാഗവതത്തിന്റെ ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൽ മുഴുവൻ നാമങ്ങളാണ്, തിരുനാമങ്ങളാണ്, സഹസ്രനാമങ്ങളാണ്, അനന്തനാമങ്ങളാണ്. എങ്ങനെ ഭഗവാന് നാമമുണ്ടായി? നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. ഭഗവാന്റെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ്, അവതാര ലീലകൾക്കനുസരിച്ചാണ് അത്തരത്തിലുള്ളതായ നാമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നാമങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കേശവൻ എന്നുള്ള പേരുണ്ട്, ശ്യാമൻ എന്നുള്ള പേരുണ്ട്. ഓരോ പേരുകൾക്കും പിന്നിൽ അനേക കഥകളുണ്ട്. ദാമോദരൻ, ഒരലുമ്പിൽ ഉണ്ണികൃഷ്ണനായിട്ടുള്ള അവസരത്തിൽ വികൃതി കാണിച്ചപ്പോൾ പിടിച്ച് കെട്ടിയിട്ടപ്പോഴാണ് ദാമോദരൻ എന്നുള്ള പേരുണ്ടായത്. അങ്ങനെ ഭഗവാൻ എത്രയോ പേരുകളുള്ളതിന്റെ മുഴുവൻ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. സഹസ്രനാമത്തിലെ ഓരോ തിരുനാമങ്ങളുടെയും വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. ആ നാമങ്ങളുടെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കൂ. നാമത്തിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവട്ടെ, എല്ലാവരും നാമജപിക്കുന്നവരായി മാറട്ടെ. ആ നാമജപം
ഒന്ന് മാത്രം മതി ഭഗവാനെ സാക്ഷാത്കരിക്കാൻ എന്ന് എൻ്റെ തന്നെ അനുഭവമാണ് എന്ന് നാരദൻ സാധാരണ മഹാത്മാക്കളാരും അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറയാറില്ല. ഈശ്വരനെ കുറിച്ച് പറയുക എന്നല്ലാതെ കണ്ട് തൻ്റെ കാര്യം, ലോകകാര്യം ഒന്നും അവർക്ക് പറയാൻ വിഷയമാവാറില്ല. പക്ഷെ നാരദനോട് വേദവ്യാസൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് അങ്ങ് എങ്ങനെ ഇത്തരമൊരു നാമജപക്കാരനായി? നാമം ജപിച്ചുകൊണ്ട് ഇവിടെ ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ശാന്തിയും സമാധാനവും കിട്ടി. ഞാനിവിടെ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. വേദത്തെ വ്യാസം ചെയ്തിട്ടും പുരാണങ്ങൾ എഴുതിയിട്ടും ശാസ്ത്രങ്ങൾ പലതും എഴുതിയിട്ടും പുസ്തകങ്ങൾ അനവധിയായല്ലോ. ഈ ലൈബ്രറിയിലേക്ക് ഞാൻ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ ഒക്കെ വായിക്കലുണ്ടാവുമോ? അഥവാ അതൊക്കെ വായിച്ചാൽ തന്നെ അവർ അകപ്പാടെ ഭ്രമിക്കാനുള്ള വരില്ലേ? അനേക പുരാണങ്ങൾ എഴുതിയത് കൊണ്ട് വിശ്വാസം വർദ്ധിക്കുകയല്ല, തമ്മിൽ എല്ലാവരും അതല്ല ശരി, ഇതാണ് ശരി എന്ന രീതിയിൽ തർക്കിക്കാൻ ഇടവരുകയാണ് ചെയ്യുക. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഈ അനേക കാര്യങ്ങൾ എഴുതിയത്. പക്ഷെ അനേക കാര്യങ്ങൾ വായിച്ചിട്ട് ഇപ്പൊ ഈശ്വരൻ ശിവനാണോ, ഈശ്വരൻ വിഷ്ണുവാണോ, ഈശ്വരൻ ദേവിയാണോ, ഈശ്വരൻ ഗണപതിയാണോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയവും. അപ്പൊ ഗണപതിയുടെ ആൾക്കാര് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്, അയ്യപ്പന്റെ ആൾക്കാർ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് എന്നൊക്കെ ഈശ്വരന്റെ പേരിലാവും ഇനി അടിപൊളി ലഹളകൾ. വരാൻ പോകുന്ന കലിയുഗത്തിലെ കോലാഹലങ്ങൾ മുഴുവൻ ഈശ്വരനെ ചൊല്ലിയാവും എന്ന് ആലോചിച്ചാണ് വേദവ്യാസ സമാധാനം ചെയ്യാണ്ടായത്. അദ്വൈതമായ തത്വങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ ഇത്തരത്തിലൊക്കെ എഴുതി അവസാനം തൻ്റെ തന്നെ മനസ്സിന് ഭ്രമം വന്നു പോയല്ലോ എന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദൻ അവിടെ നാമം ജപിച്ചുകൊണ്ട് വരണത്. നാമം ജപിച്ചുകൊണ്ട് നാരദൻ വന്നപ്പോൾ വേദവ്യാസന്റെ മനസ്സിന് എന്തൊരു ശാന്തത അനുഭവപ്പെട്ടു. നാരദനെ സ്വീകരിച്ചു. എൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു ശാന്തി തരാൻ അങ്ങക്ക് എങ്ങനെ സാധിച്ചു? എനിക്ക് സാധിച്ചിട്ടില്ല, എനിക്കൊട്ട് സാധിക്കില്ല. ഞാൻ ജപിച്ച തിരുനാമങ്ങളാണ് അങ്ങക്ക് ശാന്തിക്ക് കാരണമായി തീരുന്നത്. ആ തിരുനാമ ജപ ശബ്ദ തരംഗങ്ങൾ എവിടെയെല്ലാം അലയടിക്കുന്നുവോ അവിടെയെല്ലാം ശാന്തത അനുഭവപ്പെടേണ്ട വയ്യ. ഉദ്ധവൻ ഗോകുലത്തിൽ ചെന്ന് ഭഗവാന്റെ പ്രേമവതികളായ ഗോപികമാരെ കണ്ട് അവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നുണ്ട്. എന്താ ഉദ്ധവനെ പോലെയുള്ള ഒരു വലിയ ഡിഗ്രി നേടിയ ആള് ആ പാവങ്ങളായ പശുപാലികമാരുടെ കാൽക്കൽ പാദരേണുക്കളിൽ നമസ്കരിക്കാൻ കാരണം? യാസാം ഹരികഥോൽഗീതം, അവർ പാടുന്ന ഹരികഥകള്, കൃഷ്ണകീർത്തനങ്ങള് പുനാതി ഭുവനത്രയം. ആ യമുനാ തീരത്തെ വൃന്ദാവനത്തെ മാത്രമല്ല പുണ്യവത്താക്കുന്നത്, ഭുവനത്രയങ്ങളെയും പുണ്യവത്താക്കി തീർക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് അവരുച്ചരിക്കുന്ന കൃഷ്ണ നാമസങ്കീർത്തനങ്ങളാൽ ലോകം തന്നെ പരിശുദ്ധമായി തീരുന്നു. അതുകൊണ്ടാണ് ആ പരമപവിത്രകളായ പരിശുദ്ധകളായ അവരുടെ പാദത്തിൽ ഉദ്ധവൻ വീണ് നമസ്കരിക്കാനായിട്ട് കാരണം. അപ്പൊ ഒരു തിരുനാമം ജപിക്കുമ്പോൾ നാമം ജപിക്കുന്ന ആളെ മാത്രമല്ല, ആ നാമശബ്ദ തരംഗങ്ങൾ എവിടെയെല്ലാം അലയടിക്കുന്നുവോ അവിടെയെല്ലാം ആ അന്തരീക്ഷം മുഴുവനും തന്നെ പരിശുദ്ധമാവുകയാണ്. നാമം ജപിക്കുന്ന ആളുടെ അന്തർഹൃദയം ശുദ്ധമാവുന്നു. ആ നാമജപത്തോടു കൂടി അന്തരീക്ഷം തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് തിരുനാമത്തിന്റെ മഹിമ എന്നത് നാരദൻ വിവരിച്ചു. അങ്ങനെ താനൊരു നാമജപക്കാരനായിട്ട് മാറാനുണ്ടായ കാരണം ചോദിച്ചപ്പോഴാണ് പൂർവജന്മ കഥയും നാരദൻ ഇവിടെ വിവരിച്ചത്. അങ്ങ് വലിയ എഴുത്തുകാരനാണ്. അങ്ങക്ക് കയ്യിൽ എഴുത്താണി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും എഴുതാൻ കഴിയുന്ന ആളാണ്. ഞാൻ അങ്ങനെ നാമം ജപിച്ച് നടക്കുക എന്നല്ലാണ്ട് വലിയ എഴുത്തൊന്നും എനിക്ക് വശമല്ല. സൂത്രത്തിൽ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട് ഈ നാരദ മഹർഷി. നാരദ മഹർഷി എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് നാരദ ഭക്തി സൂത്രം. ഭക്തിയെക്കുറിച്ചുള്ള ചില സൂത്രവാക്യങ്ങളാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിങ്ങനെ സൂത്രത്തിൽ ചില നാരദ ഭക്തി സൂത്രമൊക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പോലെ വലിയ എഴുത്തുകാരനൊന്നുമല്ല. അങ്ങ് എഴുതി വെക്കൂ. ഈ തിരുനാമത്തിന്റെ മഹിമ അങ്ങ് വിസ്തരിച്ച് ഭാഗവതമായി മഹാപുരാണമായിട്ട് എഴുതി വെക്കൂ. തീർച്ചയായിട്ടും അതെടുത്ത് വായിക്കണവർക്കും പഠിക്കണവർക്കും ജീവിതത്തിലേക്ക് ആ ഭാഗവത ധർമ്മങ്ങൾ പകർത്തണവർക്കും ശാന്തിയും സമാധാനവും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് നാമം ജപിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു. സൂതന ശൗനകാദികളോട് പറയുകയാണ്, നമുക്ക് ആ നാരദനെ ഒന്ന് വന്ദിക്കാം. ഒരു ടെൻഷനില്ല അദ്ദേഹത്തിന് ഇന്ന ആൾക്കാർ എൻ്റെ ആൾക്കാരെന്നോ ഇന്ന ആൾക്കാർ എൻ്റെ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. കംസന്റെ അടുത്തേക്കും പോകും, ഹിരണ്യകശിപുവിന്റെ അടുത്തേക്കും പോകും, എല്ലാവരുടെ അടുത്തേക്കും പോകാനുള്ളതായ ആ ഒരു വിസ കയ്യിലുള്ള ആളാണ് ഈ നാരദ മഹർഷി. കാരണം അദ്ദേഹം തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് എല്ലാവരെയും സമത്വഭാവത്തിൽ കണ്ടുകൊണ്ട് ആരും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാവരിലും ശ്രീ ഗുരുവായൂരപ്പനാണ് എന്നുള്ളതായ തിരിച്ചറിവോടുകൂടി സഞ്ചരിക്കണു. അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ആളാണ്. ആ മഹാത്മാവായ ഭഗവാൻ തന്നെയായ ദേവഋഷി നാരദനെ നമുക്കും ഇത് വന്ദിക്കാം എന്ന് പറയണ സൂതൻ ശൗനകാദി മഹർഷിമാരോട് കൂടിയിട്ട്
പിന്നെ വ്യാസനാരദ സംവാദത്തിന് ശേഷം വ്യാസമഹർഷി ഭാഗവതം എഴുതാനായിട്ട് ഇത് ആരംഭിച്ചു. സമാധിയിലിരുന്നു കൊണ്ട് ഭഗവാന്റെ മായാവിലാസങ്ങളെ ഓരോന്നോരോന്നായിട്ട് കണ്ടുകൊണ്ട് ഭാഗവതം എഴുതാനായിട്ട് ആരംഭിച്ചു. ഭാഗവതം എഴുതാൻ തുടങ്ങിയപ്പോൾ ആരുടെ കഥ ആദ്യം എഴുതണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ കഥയേക്കാൾ പ്രാധാന്യം ഗുരുനാഥൻ്റെ കഥയ്ക്കുണ്ടെന്നുള്ളത് കൊണ്ട്. ഇങ്ങനെയൊരു ഗുരുനാഥൻ നാരദൻ തൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടല്ലേ തനിക്കിപ്പോൾ ഇത്തരം ഒരു ഭാഗവതം എഴുതാനായിട്ട് പോലും സാധിച്ചതുകൊണ്ട് തന്നെ ഭാഗവത ഉപദേശം തന്നതായ ഗുരുനാഥൻ്റെ കഥ, നാരദൻ്റെ കഥ, വ്യാസനാരദ സംവാദ കഥ, അതാണ് ഭാഗവതത്തിലെ ആദ്യ കഥയായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ ശൗനകാദികളുടെ ചോദ്യം, ഈ ഭാഗവതം വേദവ്യാസൻ എഴുതിയതിനു ശേഷം പുത്രൻ ശ്രീശുഖബ്രഹ്മർഷിയെ എന്തുകൊണ്ട് പഠിപ്പിച്ചു? അദ്ദേഹം പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. തന്നെ ഭാഗവതം പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഒരാൾ വന്നാലല്ലാണ്ട് എന്നാലേ കുറച്ച് ഭാഗവതം പറഞ്ഞുതരാം എന്ന് പറയാൻ പുറപ്പെട്ട അയാളുടെ ഇങ്ങോട്ട് പ്രഭാഷണം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഭാഗവതം കേൾക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ള ഒരാളുടെ അടുത്തല്ലാണ്ട് ഇത് പറഞ്ഞു പോകരുത് എന്നിനി ശ്രീകൃഷ്ണനും ഉദ്ധവനോടുള്ള ഉപദേശത്തിൽ അവസാനം പറയുന്നുണ്ട്. ഉദ്ധവ, എൻ്റെ ഈ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് ഇനി ഇങ്ങനെ എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാൽ പോയിരുന്നു തുടങ്ങണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട്. നൈതത്വയ ദാംഭികായ നാസ്തികായ ഷഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം. ഇങ്ങനെയുള്ളവരോടൊന്നും ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടുത്തെ സമയം പാഴാക്കണ്ട. ദമ്പുള്ള ആൾക്കാര്, അഹങ്കാരികളായിട്ടുള്ള ആൾക്കാര്. നൈതത്വയ ദാംഭികായ നാസ്തികായ, ഇല്ല 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 എന്നല്ലാണ്ടൊന്നും പറയാൻ വശമല്ല. ഈശ്വരണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല 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 എന്നുള്ള നാമജപമായിട്ട് നടക്കുന്നവരോടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നാസ്തികന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഷഠന്മാർ താൻ പറഞ്ഞതല്ലാണ്ട് വേറൊന്നും ശരിയില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ എനിക്കറിയാം എന്ന രീതിയിൽ മറുപടി പറയുന്നവരോട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഷഠായച നാസ്തികായ ഷഠായ അശുശ്രൂഷോ, ശുശ്രൂഷയില്ലാത്തവർ, അഭക്തതായ ഭക്തിയില്ലാത്തവർ, അശുശ്രൂഷോർ അഭക്തതായ ദുർവിനീതായ വിനയമില്ലാത്തവർ, ഇങ്ങനെയുള്ളവരോടൊന്നും ഇത് പറഞ്ഞ് വെറുതെ സമയം നഷ്ടപ്പെടുത്തണ്ട ഉദ്ധവ. അതേസമയത്ത് ഏതൈർദോഷൈർവിഹീനായ, ഇത്തരത്തിലുള്ള ദോഷങ്ങളൊന്നുമില്ലാത്തവരാരാവട്ടെ, ഏത് ജന്മമെടുത്തവരാവട്ടെ, ഏത് പാപം ചെയ്തവരാവട്ടെ, എത്ര നരകത്തിൽ കടന്ന് വട്ടം തിരിയണവരാവട്ടെ, എന്നെക്കുറിച്ച് അറിയണമെന്നുള്ള ജിജ്ഞാസ വന്നവരോട് ഇരുന്ന് പറഞ്ഞു കൊടുക്കൂ, അവരെ എന്നിലേക്ക് എത്തിക്കൂ, അവരെ എന്നിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് എൻ്റെ തിരുനാമങ്ങൾ ജപിപ്പിക്കൂ എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രീശുഖ മഹർഷി പുത്രൻ, അന്ന് വേദവ്യാസൻ പുത്രനെ പുത്ര എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാണ്ട പോയ ആളായിരുന്നു. സമാധി, അന്തർമുഖ സമാരാധ്യനായിട്ടുള്ള ആ പരമാനന്ദം, ബ്രഹ്മാനന്ദം അതിൽ മുഴുകിയിരിക്കുന്ന ആളായിരുന്നു. ആ ബ്രഹ്മാനന്ദം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വേദവ്യാസന്റെ അടുത്ത് വരണത്. കാരണം ആ പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ, പേരിന് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ, ആളോ തന്നെയാണ്. പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ, പരമാത്മാവ് തന്നെയാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ കഥ പറയുമ്പോൾ പരമാത്മചിന്തകളേക്കാൾ ബ്രഹ്മാനന്ദത്തെക്കാൾ ഒരുപടി മുകളിലുള്ള പരമാനന്ദമായതുകൊണ്ടാണ് ശ്രീശുഖബ്രഹ്മർഷി വന്ന് എന്നെ ആ കൃഷ്ണകഥകള് പഠിപ്പിക്കണം എന്ന് അപേക്ഷിച്ചതും വേദവ്യാസന പുത്രനായ ശ്രീശുഖബ്രഹ്മർഷിയെ ഭാഗവത കഥകൾ പഠിപ്പിച്ചതും. അദ്ദേഹം അത് പഠിച്ചത് അത് പഠിക്കാനുള്ള രസം കൊണ്ട് മാത്രമായിരുന്നു, അത് പാടി നടക്കാനുള്ള ഒരു മോഹം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ സർവത്ര കൃഷ്ണ ഗാനങ്ങളും പാടി ശ്രീശുഖബ്രഹ്മർഷി സഞ്ചരിക്കുന്നതിനിടയിലാണ് ഗംഗാതീരത്തേക്ക് വരികയുണ്ടായത്. ഗംഗാതീരത്തേക്ക് വരാൻ കാരണം അവിടെ പ്രായോപവേശവുമായിട്ടിരിക്കുന്ന പരീക്ഷിത്ത് അയം അലം ഗായത വിഷ്ണുഗാഥ, എനിക്ക് ആരെങ്കിലും എൻ്റെ കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ എന്നുള്ള അപേക്ഷ കേട്ടുകൊണ്ടാണ്. കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ എന്ന് ഗംഗാതീരത്തിരുന്ന് ശ്രീശുഖബ്രഹ്മർഷി പറയുമ്പോൾ എത്രയോ പേരവിടെ ഉണ്ട്. ഭഗവാന്റെ കഥകൾ അറിയാവുന്നവർ അനേക ആൾക്കാർ ആ സദസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും സംശയം തീരണില്ല. ആസന്ന മരണനായ 7-ാം ദിവസം തക്ഷകൻ കടിക്കുമെന്നുള്ള ന്യൂസ് അറിഞ്ഞിട്ട് കൊട്ടാരം വിട്ട് ഗംഗാതീരത്ത് എത്തിച്ചേർന്നതായ ഈ പരീക്ഷത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ കഥ പറഞ്ഞിരുന്നാലും മതിയോ, വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന് ആംബുലൻസ് വിളിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണ്ടേ എന്നുള്ള രീതിയിലുള്ളതായ ചിന്താഗതിക്കാരായിരുന്നു എല്ലാവരും. എന്നാൽ പരീക്ഷിത്താവട്ടെ, എനിക്ക് വേറൊരു പ്രതിവിധിയും വേണ്ട, എനിക്ക് എൻ്റെ ഭഗവാന്റെ കഥ കേട്ടാൽ മതി. ആ ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടിരുന്നാൽ ഒരു കാലക്കേടുകളും മരണം പോലും എന്നെ ബാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന വിശ്വാസവുമായിട്ടാണ് ഭഗവാന്റെ കഥ കേൾക്കാൻ പരീക്ഷിത്ത് അപേക്ഷിക്കുന്നത്.
ആ അടിയുറച്ച വിശ്വാസമുള്ള പരീക്ഷത്തിന് മുമ്പിലേക്കാണ്. അദ്ദേഹം അത് കേട്ടാൽ പ്രയോജനമാവും. മാത്രമല്ല, അദ്ദേഹത്തിനെ കേൾപ്പിക്കാൻ പുറപ്പെട്ടാൽ വേറെയും കുറെ ആൾക്കാർ കേട്ടിരിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും പ്രയോജനമാവും. കേൾക്കേണ്ടത് ഇതാണ് എന്ന് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് ബോധ്യമാവും. എന്തുകൊണ്ടാണ് ശ്രീ ശുഖബ്രഹ്മർഷി ആ ഗംഗാതീരത്തേക്ക് എത്തിച്ചേരാനായിട്ട് കാരണം? വേദവ്യാസൻ ഭാഗവതം എഴുതിയതിന്റെ സാഹചര്യം, ആത്മാരാമനായ ശ്രീ ശുഖബ്രഹ്മർഷി പഠിക്കാനുണ്ടായ കാരണം എല്ലാം ഇവിടെ സൂതൻ വിവരിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ചോദ്യം, ഈ പരീക്ഷിത് ചക്രവർത്തി കൊട്ടാരം വിട്ട് ഗംഗാതീരത്തേക്ക് വരാൻ എന്താ കാരണം എന്നതാണല്ലോ. ആ കാരണ കഥ പറയാൻ പുറപ്പെട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. കാരണം അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് മഹാഭാരതം കഥയിലേക്ക് പോകേണ്ടി വരും. മഹാഭാരതം കഥയുടെ ഓരോരോ അധ്യായങ്ങളും പറയാൻ പുറപ്പെട്ടാൽ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം, അല്ല ജന്മങ്ങളോളം വേണ്ടി വരും. അത്രയും വലിയൊരു ചരിത്രമാണത്, ഭാരത ചരിത്രമാണത്. ആ മഹാഭാരത കഥകളുടെ വരികൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ സമാധാനമില്ലാണ്ടെയാണ് വേദവ്യാസൻ ഇരുന്നതെന്ന് ആത്മഹർഷി വന്നത്. എന്നാലും വേണ്ടില്ല, ഇവിടെ പരീക്ഷത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ആ ഭാരത വരികളുടെ അവസാന ഭാഗങ്ങൾ ഇങ്ങോട്ട് ഭാഗവതത്തിലേക്ക് കൂട്ടിച്ചേർക്കണു. പരീക്ഷത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. മഹാഭാരതത്തിന്റെ അവസാനം എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധം. ഏത് ചിത്രീകരണത്തിന്റെയും അവസാനം എന്താ ഉണ്ടാവാറും? സ്റ്റണ്ട്. തുടങ്ങിയ ആൾക്കാരിനെ ഇട്ടു പോകാൻ തുടങ്ങും. ഇനി അടിപിടി ലഹള, വില്ലന്റെ കഥ കഴിയുക, നായകൻ വിജയശ്രീ ലാളിതനായിട്ട് അങ്ങനെ മാറുക, ആൾക്കാർ കൈയടിക്കുക, അങ്ങനെയാണുള്ളൊരു ചിത്രീകരണത്തിന്റെ അവസാനം. മഹാഭാരത ചിത്രീകരണത്തിന്റെ, രാമായണത്തിന്റെ അവസാനം അങ്ങനെ തന്നെയാണ്, യുദ്ധമാണ്. എന്നതുപോലെ ഇവിടെ മഹാഭാരതത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ യുദ്ധമാണ്. ഭീമസേനന്റെ ഗത കൊണ്ടുള്ള അടിയും കൊണ്ട് തൊട പിളർന്ന് ദുര്യോധനം കിടന്ന് പിടയുന്നതായ ആ ചിത്രം. അപ്പോഴാണ് ദുര്യോധന പക്ഷത്തിലുണ്ടായിരുന്ന ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് തന്റെ യജമാനന് വേണ്ടി, ദുര്യോധനു വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം തീരുമാനിച്ചുകൊണ്ട്, ദുര്യോധന്റെ ഒരു മോഹം ഒന്ന് മാത്രമായിരുന്നു, സഹോദരന്മാരായ പാണ്ഡവരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചുട്ടു ചാമ്പലാക്കുക. അത് ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സഹോദരന്മാരായ പാണ്ഡവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. അതിനുവേണ്ടിയാണ് ജീവിതം മുഴുവൻ അത് ഒഴിഞ്ഞു വെച്ചത്, ജീവിതത്തിൽ മുഴുവൻ പ്ലാൻ ചെയ്തത്, ജീവിതത്തിൽ മുഴുവൻ പ്രവർത്തിച്ചത്. ആ ദുര്യോധനോടൊപ്പം സുഹൃത്തായിട്ട് നിന്ന ആളാണ് അശ്വത്ഥാമാവ്. ഇപ്പൊ തന്റെ യജമാനൻ ദുര്യോധനൻ കിടന്ന് പടയണതായ മരണപ്പടച്ചിൽ കണ്ടപ്പോൾ അശ്വത്ഥാമാവിന് തോന്നി, ഈ വംശം മുടിക്കണം, പാണ്ഡവരുടെ വംശം ഇനി നിലനിൽക്കാനായിട്ട് പാടില്ല. പാണ്ഡവരുടെ പൗത്രനായി അഭിമന്യുവിന്റെ പത്നി ഉത്തര ഗർഭവതിയായി. അഭിമന്യു കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തര ഗർഭത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉത്തരാഗർഭത്തിലേക്ക് അയക്കണു. അതിനിടയിൽ പാണ്ഡവരുടെ നേരേക്കെല്ലാം ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഭഗവാൻ അവരെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഉത്തരാഗർഭത്തിലേക്കും ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഉത്തര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ എന്ന് ജഗന്നാഥനായ ഭഗവാനെ വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ, രക്ഷിക്കണേ, എൻ്റെ ഗർഭസ്ഥ ശിശുവിന് മരണം സംഭവിച്ചിരിക്കുന്നു, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തരയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഭഗവാൻ അടുത്തു വന്നു. ഉത്തരയെ പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. ഭഗവാന്റെ മരുമകൻ, ഭഗവാന്റെ സഹോദരി സുഭദ്ര, സുഭദ്രയിലുണ്ടായ ഭഗവാന്റെ മരുമകൻ അഭിമന്യു, ആ അഭിമന്യുവിന്റെ പത്നിയാണ് ഉത്തര. അപ്പൊ ഒരു പുത്രി വാത്സല്യമാണ് ഉത്തരയോട്. ഉത്തരയോട് നീ സങ്കടപ്പെടാണ്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. എനിക്കെങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും? എൻ്റെ ഉദരത്തിൽ വളരുന്ന ആ പിഞ്ചു പൈതലിന് മരണം സംഭവിച്ചാൽ ഞാൻ എങ്ങനെ പുഞ്ചിരിക്കും? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരയെ സമാധാനിപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് സുദർശന ചക്രവുമായിട്ട് ഗർഭ ശ്രീകോവിൽ എത്തിച്ചേർന്ന ഗർഭശ്രീമാൻ എന്നൊരു പേര് പരീക്ഷത്തിനുണ്ട്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ സാധിച്ചതായ ആ പുണ്യാത്മാവിനെ ഭഗവാൻ ഇത് രക്ഷിച്ചു. അന്ന് ഗർഭത്തിൽ വളരുമ്പോൾ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രമേറ്റ് ഭഗവാൻ രക്ഷിച്ചതായ, ഭഗവാന്റെ അതിവാത്സല്യം സിദ്ധിച്ചതായ പരമ ഭക്തനാണ്, ഭാഗവത ഭക്തനാണ് ഈ പരീക്ഷിത്ത്. പരീക്ഷത്തിന് എന്താണ് കൊട്ടാരം വിട്ട് ഗംഗാതീരത്തേക്ക് വരാനും ഭാഗവതം കേൾക്കാനും സാധിച്ചതെന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഭാഗവതം കേൾക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം ആരുടെയും മിടുക്ക് കൊണ്ട് സാധിക്കണതല്ല, ആരുടെയും സ്വയം പരിശ്രമം കൊണ്ട് സാധിക്കണതല്ല.
ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ആർക്കാണോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ളത്, ആരുടെ നേരെയാണോ ഭഗവാൻ കരുണാപുരസ്സരം കടാക്ഷിച്ചിട്ടുള്ളത്, അവർക്കല്ലാതെ കണ്ട് ഈ ഭാഗവതം കേൾക്കാൻ സാധിക്കില്ല. അന്ന് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് മരണവാർത്ത കേട്ടപ്പോൾ പേടിക്കാതെ ഭയപ്പെടാതെ കൊട്ടാരം വിട്ടിറങ്ങാനും ഈ ഗംഗാതീരത്തേക്ക് എത്തിച്ചേരാനും പരീക്ഷത്തിന് സാധിച്ചത്. മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന രംഗങ്ങൾ ഇത്തരത്തിൽ വർണ്ണിച്ചുകൊണ്ട് ശിശുപുരം മഹർഷി പിന്നീട് ആ കുന്തിദേവിയുടെ സ്തുതി, ഉത്തരാഗർഭത്തെ പോലും രക്ഷിക്കുന്ന കൃഷ്ണന്റെ തന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള, തന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായ ആ ഒരു കാരുണ്യം ഓർത്ത് കണ്ണുനീരുമായി വന്ന് കുന്തിദേവി കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നിങ്ങനെയുള്ളതായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കണു. പാണ്ഡവരെയൊക്കെ അനുഗ്രഹിച്ച് കുരുക്ഷേത്ര യുദ്ധവും കഴിഞ്ഞ് ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചു പോകാൻ പുറപ്പെടുന്നതിനിടയിലാണ് ഈ വക സംഭവങ്ങൾ. കുന്തി അച്ഛമ്പങ്ങളുടെ സ്തുതിയെല്ലാം ആ സ്തോത്രത്തിൽ കുന്തി മാതാവ് പറയണു, കൃഷ്ണൻ അങ്ങോട്ട് പോയാൽ എനിക്കാകെ പരിഭ്രമമുണ്ട്. എന്തെങ്കിലും പരിഭ്രമം ഉണ്ടാവുമ്പോൾ ഒരു സമാധാനം എന്താ വെച്ചാൽ കൃഷ്ണൻ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഈ കൃഷ്ണൻ പോയാൽ അതാണ് എനിക്കൊരു പരിഭ്രമമാവാൻ കാരണമായി തീരെ. ഇപ്പോ ആപത്തുകൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ച് ആപത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സമ്പത്തായിട്ട് മാറിയിരിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു അത്യാപത്ത് വരുമ്പോഴല്ലേ കൃഷ്ണ എന്ന് മാറുതട്ടി വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആപത്തുകളൊക്കെ തീർന്നു, പുത്രന്മാർ പാണ്ഡവർ ഭാരതത്തിൽ ചക്രവർത്തിമാരായിട്ട് മാറി. ആരാപ്പ ചക്രവർത്തി? എൻ്റെ മകനാ. ധർമ്മപുത്രർ രാജ്യത്തിന്റെ പരമാധികാരിയാണ്. അങ്ങനെ രാജ്യമാതാവായി കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുമ്പോൾ പണ്ടത്തെ പോലെയുള്ള നാമഞ്ജപമൊന്നും വേണ്ട പോലെ പറ്റില്ലല്ലോ എന്നുള്ളതാണ് പരിഭ്രമം കുന്തിദേവിക്ക്. അതുകൊണ്ട് കുന്തിദേവി ഭഗവത് പ്രാർത്ഥിക്കണത് ഇനിയും ആപത്തുകൾ തരണേ എന്നായിരുന്നു. ആപത്ത് വരുമ്പോഴേ ഭഗവാനെ ഉള്ളുചുട്ട് ഭക്തി പുരസ്സരം വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ആപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആപത്ത് പോലും സമ്പത്തായിട്ട് കാണുന്ന മാനസിക തലത്തിലേക്ക് ഉയർന്ന പരമ ഭക്തയായ കുന്തിദേവിയുടെ സ്തോത്രം കേട്ട, പ്രാർത്ഥന കേട്ട ദ്വാരകയിലേക്ക് ഭഗവാൻ പുറപ്പെട്ടു വെച്ചാലും വേണ്ടില്ല, പോകൽ മാറ്റിവെച്ചു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മരവിടെ കൃഷ്ണനെ ഒന്നും കൂടി കണ്ടുകൊണ്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. ഉത്തരായണമാവാൻ കാത്തു കിടക്കുകയായിരുന്നു. ഇനി ഉത്തരായണമായിട്ട് മരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ ഒന്ന് കൺമുൻപിൽ കാണാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ പാണ്ഡവന്മാരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകണതും ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കണതും. അതിനു മുൻപായി ധർമ്മപുത്രരുടെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പരമമായ ധർമ്മം ഈ കൃഷ്ണനെ ആശ്രയിക്കുക എന്നതാണ്, ശ്രീകൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുകയാണ് എന്നുള്ളതായ ആ സഹസ്രനാമം മഹാഭാരതത്തിലെ ഒരു അധ്യായമാണ്. ആ സഹസ്രനാമവും ചൊല്ലി ഭീഷ്മര് ഭഗവാനെ സ്തുതിച്ച് മോക്ഷം പ്രാപിക്കണു. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നതായ ദ്വാരകായാത്ര. ഇവിടെ ഉത്തര 10 മാസം ഗർഭം ധരിച്ച് പ്രസവിച്ച് ഉണ്ണിയുണ്ടായപ്പോൾ മുത്തശ്ശന്മാർ പാണ്ഡവർ ഉണ്ണിയുടെ ജാതകർമാദികളൊക്കെ നിർവഹിച്ചു. സൂര്യവംശത്തിലും സോമവംശത്തിലും അനേക യോഗ്യന്മാരായ രാജാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം യോഗ്യത, ഗുണങ്ങൾ ഈ ഉണ്ണിക്കുണ്ടാവും എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞപ്പോൾ ധർമ്മപുത്രർക്ക് ഒരു പരിഭ്രമം. ജാതകത്തിലെ ഗുണങ്ങൾ മാത്രം എന്താ ഇവർ പറയണത്? എന്തെങ്കിലും ദോഷം ഉണ്ടാവാണ്ടിരിക്കില്ല. ഒരു ദോഷമില്ലാണ്ടെങ്കിൽ ജാതകം ഉണ്ടാവില്ലല്ലോ. എന്താ ജാതകത്തിൽ ദോഷം എന്ന് ചോദിച്ചപ്പോഴാണ്, അല്ല അത് അവസാനം ചെറിയൊരു കഷ്ടകാലമുണ്ട്, ഒരു പാമ്പ് കടിച്ച് മരിക്കാനുള്ള യോഗമുണ്ട് കേട്ടപ്പോൾ ധർമ്മപുത്രക്ക് പരിഭ്രമായി. അപ്പോൾ അവർ പറഞ്ഞു പരിഭ്രമിക്കണ്ട, ആ തക്ഷകന്റെ കടിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും ആ സമയത്ത് ഭാഗവതം കേൾക്കാനും സാധിക്കും. അങ്ങനെ ഭാഗവതം കേൾക്കാനും സാധിച്ച ഒരാളെ ഒരു തക്ഷകനും വന്ന് കാലക്കേടുകളും വന്ന് ബാധിക്കുകയില്ല എന്ന് സമാധാനിപ്പിച്ചു. ഉണ്ണി വളർന്നു വരുമ്പോഴാണ് ദ്വാരകയിൽ നിന്ന് ഭഗവാൻ വീണ്ടും ഒരിക്കൽ വരണതും മരുമകന്റെ മകനായ ഉണ്ണിയെ എടുത്ത്
വാത്സല്യിക്കുന്നതും. വിഷ്ണുരാധൻ എന്നായിരുന്നു പേരിട്ടത് ശലമേട്ടില്ല. ഗർഭത്തിൽ വെച്ച് തന്നെ താൻ കണ്ടതായ സൗന്ദര്യോത്തരതര സ്വരൂപം ഏത് എന്ന് കാണുന്നവരെ മുഴുവൻ പരീക്ഷിച്ചത് കൊണ്ടാണ് പരീക്ഷിത്ത് എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്. അങ്ങനെ പരീക്ഷിത് രാജകുമാരൻ കൊട്ടാരത്തിൽ വളർന്നു വരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തന്നെ കൊട്ടാരം വിട്ടുപോയ വിതുരര് തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും കൂട്ടിക്കൊണ്ടുപോകണു. പിന്നെ ഭഗവാന്റെ ദ്വാരകാനാഥനായിട്ടുള്ള ലീലകൾ അവസാനിപ്പിച്ച് ബ്രാഹ്മണ ശാപത്താൽ യാദവന്മാർ തമ്മിൽ അടിപിടി ലഹളകളായി ദ്വാരക തന്നെ സമുദ്രത്തിലേക്ക് താണ്. അർജുനൻ അവിടുന്ന് ഗാണ്ഡീവം വില്ലും വലിച്ചഴച്ചു വരണു. അർജുനന്റെ വിലാപ ഗാനത്തിൽ കൂടി ഭഗവാന്റെ സ്വർഗാരോഹണ വിവരം അറിയാനിടവന്നപ്പോൾ പാണ്ഡവര് പൗത്രനായ പരീക്ഷത്തിനെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ച് കൊട്ടാരം വിട്ട് ഇറങ്ങണു. പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം അവരന്ന് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ നടന്ന് നീങ്ങിയതായ ആ സന്മാർഗം ഇന്നും ബദരിയിൽ പോയാൽ, ബദരികാശ്രമത്തിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയാൽ വേദവ്യാസന്റെ ആശ്രമം, അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും പാണ്ഡവർ പോയതായ വഴി നമുക്ക് കാണാം. ഭീമൻ എടുത്തു വെച്ചതായ ഒരു പാലൊക്കെ ഉണ്ട് അവിടെ, സരസ്വതി നദിയിലെത്ത് അങ്ങോട്ട് കിടക്കാൻ ഭീമൻ തന്നെ എടുത്തു വെച്ചതായ വലിയൊരു കല്ലൊക്കെ കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പിന്നെ ഇപ്പോഴും തീർത്ഥാടകർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ധർമ്മപുത്രരും പാണ്ഡവരും കൂടി പോയതുപോലെ തന്നെ കുറെ ദൂരം പോയി പിന്നെ ആരെയും കാണാൻ പറ്റണ്ടേ, നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ശ്വാവാണ് പിന്നാലെ ഉണ്ടാവുക. ധർമ്മദേവൻ തന്നെ അന്ന് പിന്നാലെ വന്നതുപോലെ ഇന്നും ആ തീർത്ഥാടന മാർഗത്തിൽ ധർമ്മദേവൻ എത്തിച്ചേരണു. ആ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചവരെ ഭഗവാന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണു. അങ്ങനെ പാണ്ഡവരെല്ലാം വടക്കോട്ട് ആ ഹിമാലയ ഭവനത്തിൽ കൂടി യാത്ര ചെയ്ത് ഭൗതിക ശരീരത്തെ ഈ മണ്ണിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മസ്വരൂപങ്ങളായി ഭഗവത് ലോകത്തിൽ എത്തിച്ചേർന്നതായി ഈ പാണ്ഡവ സ്വർഗാരോഹണം കേട്ടാൽ തന്നെ ഭഗവത് ഭക്തി ഉണ്ടാവും എന്നത് 15-ാമത്തെ അധ്യായത്തിൽ പറയണു. 16-ാമത്തെ അധ്യായം മുതൽ പരീക്ഷത്തിന്റെ ഭരണകാലഘട്ടം.